ഇപ്പുറത്തും ബുക്ക് സ്റ്റാൾ ഉണ്ട്. ഒരെണ്ണം അരമണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഈ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ SMS കിട്ടണമെങ്കിൽ അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്ലിപ്പിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിലും എഴുതുക. പിന്നെ 2 പകർത്താല് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാനുള്ള വെബ്സൈറ്റും ഇമെയിലും അതുപോലെ തന്നെ ലാൻഡ് ഫോൺ നമ്പറും അവിടെ ഉണ്ട്. അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാലാണ് ഒരു ആഗ്രഹവും കൂടി. അവിടെയുള്ള പുസ്തകത്തിനോ CD-ക്കോ പെൻഡ്രൈവിനോ ഒന്നിനും കോപ്പി ഇല്ല. എത്ര കോപ്പി എടുത്ത് എത്ര പേർക്ക് എത്തിക്കാൻ സാധിക്കുമോ ജഗതീശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ ഈ വേദിയില് നിറഞ്ഞ സദസ്സിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ സാധിച്ചതിൽ ഒന്നുകൂടി വാക്ക് മിത്തോളജിക്കൽ ടെക്സ്റ്റ് ബുക്ക്, സെമി മിത്തോളജിക്കൽ ടെക്സ്റ്റ് ബുക്ക്, നോൺ മിത്തോളജിക്കൽ ടെക്സ്റ്റ് ബുക്കില് പലതുമുണ്ട്. അതിനകത്ത് സയന്റിഫിക് പുസ്തകങ്ങൾ ഭാരതത്തിന്റെ പൈതൃകമായിട്ടുണ്ടെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും ഇതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും ഉപേന്ദ്രനാഥ കുറുപ്പിന്റെ മുമ്പില് ഒത്തിരി കാലമായിട്ട് നിങ്ങൾ കാണാറുണ്ട്. ഒത്തിരി കാലമായിട്ട് നിങ്ങളെ പലരെയും കാണാറുണ്ട്. ഒന്ന് മാത്രം, ഗോപാലകൃഷ്ണന്റെ കാല് തൊടല്ലേ. ഞാൻ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് പോകുന്ന ആളാണ്. എന്നെ നമസ്കരിക്കല്ലേ, അർഹിക്കുന്നവരെ നമസ്കരിക്കൂ. ഞാനൊരു ഓർഡിനറി മനുഷ്യനാ. അറ്റ് ദ മാക്സിമം കൈ മാത്രം കൂപ്പിയാ മതി. വരുന്ന വഴിക്ക് 2-3 പേരെന്റെ കാല് തൊട്ടു. ഞാൻ കാല് പുറകോട്ട് വലിച്ചു. എന്താ അവർക്ക് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു സാധാരണ മനുഷ്യൻ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് പോകുന്നത് കാണണമെങ്കിൽ ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ വന്നാൽ മതി. തിരുവല്ലയിൽ എത്തുമ്പോൾ ഞങ്ങൾ കുടിക്കുന്നുണ്ടാവും ചായ തട്ടുകടയിൽ നിന്ന്. അത് സത്യമാണ്. അതുകൊണ്ട് ഭക്തിയോ യോഗ്യതയോ യോഗമോ ഒന്നുള്ള മനുഷ്യനല്ല, സാധാരണ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ. പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം. നമസ്കാരം.